പാലക്കാട് തച്ചനാട്ടുകരയിൽ 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നെന്ന് ബന്ധുക്കൾ. 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചു. ചോളൂട് സ്വദേശിനി ആശിർ നന്ദിയെ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. Class 2 and class 3 students have communal agenda. There is a question basically being asked to the students. Now, if you find a non-Muslim student, right. And if you have to meet a non-Muslim, how do you convert him to a Muslim? So they basically ask 4 questions, and they are asked to choose one among that. So that is the kind of the communal content that has been found, objectionable content found in the investigation conducted by the district collector. കഴിഞ്ഞ വർഷത്തെ കീം പരീക്ഷയിൽ കേരളത്തിലെ സിലബസ് അനുസരിച്ച് പഠിച്ച വിദ്യാർത്ഥികളെല്ലാം പിന്നാക്കം പോവുകയും CBSE ISC പഠിച്ച കുട്ടികൾക്ക് എപ്പോഴും മുൻതൂക്കം കിട്ടുകയും ചെയ്യുന്ന വ്യാപകമായ പരാതി കഴിഞ്ഞ പരീക്ഷ 2024 പരീക്ഷയിൽ ഉണ്ടായി. ദില്ലി കേരള സ്കൂളിൽ അനധികൃതമായ ഫീസ് നൽകാൻ വിസമ്മതിച്ച രക്ഷിതാക്കളുടെ കുട്ടികളെ പ്രിൻസിപ്പൽ തോൽപ്പിച്ചെന്ന പരാതി. തലവരി പണവും ഫീസും നൽകാത്തവരെ മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്നാണ് ആരോപണമുയർന്നത്. എല്ലാ മാതാപിതാക്കളും ഈ വീഡിയോ പൂർണ്ണമായും കാണണം. എല്ലാ വിദ്യാർത്ഥികളും ഇത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കണം. വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് കുട്ടികളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്ന, അവരുടെ സ്വപ്നങ്ങളെ ചവിട്ടിമെതിക്കുന്ന, ഒടുവിൽ ജീവനെടുക്കുന്ന ഒരു സംവിധാനം, അതല്ലേ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ? ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമാക്കി മാറ്റുകയാണ്. 100% വിജയം എന്ന പേരിൽ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാട്ടാളന്മാർ, മാർക്കിന്റെ പേര് പറഞ്ഞ് റാങ്കിന്റെ മറവിൽ കുട്ടികളെ മാനസികമായി തകർക്കുന്ന, അവരെ നിരാശയുടെ ആഴക്കടലിലേക്ക് തള്ളിവിടുന്ന ഒരു തന്ത്രം. ഈ സ്ഥാപനങ്ങൾക്ക് വിജയം എന്ന വാക്കിനെ ഒരു ആയുധമാക്കി കുട്ടികളെ അവരുടെ സ്വന്തം ജീവിതത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുന്നു. പൊക്കം കുറഞ്ഞവനും കറുത്തവനും ബുദ്ധി കുറവായിരിക്കുമെന്ന് ചാപ്പ കുത്തുന്നു. അത്യാവശ്യം മാർക്ക് കിട്ടാറുള്ള കുട്ടിക്ക് എക്സ്ട്രാ ക്ലാസ്, സ്പെഷ്യൽ കെയറിംഗ്. കാരണം അവൻ അല്ലെങ്കിൽ അവളാണല്ലോ സ്കൂളിന്റെ മാനം കാക്കേണ്ടത്. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ടത്, പഠിത്തത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്കാണ് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ക്ലാസ് കിട്ടേണ്ടത്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടിക്ക് ട്യൂഷൻ, ഹോംവർക്ക് തുടങ്ങിയ എക്സ്ട്രാ വർക്ക്സ്, ഉത്തരം കാണാതെ പഠിച്ചില്ലെങ്കിൽ മാർക്ക് തരില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്ന സോ കോൾഡ് ദൈവം എന്ന് വിശേഷിക്കപ്പെടുന്ന ഗുരു. ഒരു വിദ്യാർത്ഥിയുടെ സ്കൂൾ ബാഗിന്റെ ഭാരം അവരുടെ ശരീരഭാരത്തിന്റെ 10% മുതൽ 15% വരെ മാത്രമായിരിക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് 40 കിലോഗ്രാം ഭാരം വരുന്ന ഒരു കുട്ടിക്ക് 4 കിലോ മുതൽ 6 കിലോ വരെ മാത്രമേ ബാഗിന് ഭാരം ഉണ്ടാകാവൂ. ക്ലാസ് തലത്തിനനുസരിച്ച് ഈ ഭാരത്തിന് വ്യത്യാസം ഉണ്ടാക്കും. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് 2023 കർണാടക സർക്കാർ സ്കൂൾ ബാഗുകളുടെ ഭാരം 50% കുറയ്ക്കാൻ തീരുമാനിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിൽ 2026 ആ നിയമം വരാൻ പോകുന്നത് പോലും. എല്ലാ ദിവസവും എല്ലാ പീരീഡും പഠനം, അതിനിടയിൽ ഒരു 30 മിനിറ്റ് PT പീരീഡ് കിട്ടിയാൽ അതിന് ഇടയിലും എക്സ്ട്രാ ക്ലാസ്സുമായിട്ട് ഏതെങ്കിലും ടീച്ചർ കയറി വരും. ആ ആഴ്ചത്തെ കുട്ടികളുടെ വിനോദം മുടങ്ങും. അതും പോരാഞ്ഞ് ഒരു കുട്ടിക്ക് കളിക്കാനും കുറച്ച് വിശ്രമിക്കാനും കിട്ടുന്ന സമയം അതുപോലും ഇല്ലാതെയാവുന്നു. ഒരു ഞായറാഴ്ച കിട്ടിയാലോ ഒന്നെങ്കിൽ പള്ളിയിലെ സൺഡേ ക്ലാസ്, വേദപഠനം, അല്ലെങ്കിൽ മദ്രസ, അതല്ലെങ്കിൽ എന്തെങ്കിലും പൂജ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണം. ഞായറാഴ്ച രാത്രിയിൽ തിങ്കളാഴ്ച കാണാതെ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതിന് ടെൻഷൻ, അസംബ്ലിയിൽ മതത്തിനനുസരിച്ചുള്ള പ്രയർ സോങ്സ്, കണ്ണടച്ച് നിൽക്കാത്തവർക്ക് കടുത്ത ശിക്ഷ, അടിക്കാൻ വരുന്നത് ചിലപ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനുമാവാം. കോട്ടയം MT സെമിനാരി സ്കൂളിൽ പഠിച്ചപ്പോൾ പ്രയർ സോങ് ക്രിസ്ത്യൻ ഗാനമായിരുന്നു. മാത്രമല്ല ഏതെങ്കിലും കുട്ടി ബൈബിൾ വായിക്കുകയും വേണം. ഇത് ബാക്കിയുള്ള മതക്കാർ എന്തിന് കേൾക്കണം? മതമാണ് വലുതെങ്കിൽ സെമിനാരിയിലോ മദ്രസയിലോ മഠത്തിലോ കുട്ടികൾ ചേർന്നാൽ പോരെ? എന്തിനാണ് സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥന തന്നെ? കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കട്ടെ. ചെറുപ്പത്തിലെ തന്നെ ശാസ്ത്ര ചരിത്ര പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതിന് ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്ന മതത്തെ കുത്തിക്കയറ്റുന്നത് എന്തിനാ? അസംബ്ലിയിൽ ദൈവം മണ്ണ് കുഴിച്ചാണ് മനുഷ്യൻ ഉണ്ടാക്കിയതെന്ന് ബൈബിൾ വചനം വായിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് എവല്യൂഷൻ തിയറി കാണാതെ പഠിക്കാതെ വന്നതിന് ടീച്ചർ തല്ലും. എല്ലാ പരീക്ഷകളും കഴിയുമ്പോൾ പേപ്പർ കൊടുക്കുന്നത് മാർക്ക് എല്ലാവരും മുമ്പിൽ പറഞ്ഞുകൊണ്ട്. അതും കഴിഞ്ഞ് ഒരു PTA മീറ്റിംഗ് ഉണ്ടാവും. എന്തിനാ? മോശം മാർക്ക് കിട്ടിയ കുട്ടിയെ സകല കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും മുൻപിൽ വെച്ച് അപമാനിക്കാൻ. അതിനു വേണ്ടി കടന്നൽ കുത്തിയ മുഖമുള്ള ഒരു ടീച്ചറും ഉണ്ടാകും. ഇവനുണ്ടല്ലോ ഈ ക്ലാസ്സിൽ ഏറ്റവും അലമ്പനാണ്, ഇവനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. ഇത് കേൾക്കുന്ന രക്ഷിതാവ് വീട്ടിൽ ചെല്ലുമ്പോൾ മാർക്ക് കുറഞ്ഞതിന്റെ പേരിലും ടീച്ചർ മസാല ഇട്ട് പറഞ്ഞതിന്റെ പേരിലും പൊത്തിരെ തല്ലും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും. ചിലര് ഭക്ഷണം പോലും കൊടുക്കില്ല. ആ കുട്ടിയുടെ അപകർഷതാബോധം പിന്നീട് ഡിപ്രഷൻ ആയിട്ട് മാറും. അവന്റെ മോനെ കണ്ടുപിടിക്കുക, ഇവന്റെ മോനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുള്ള കമ്പാരിസൺ തീർന്നോ? ആ കുട്ടിക്ക് ഇനി പഠിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവൻ തളർന്നു പോകും. മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ചോരയാണത്. നിങ്ങളുടെ സകല സ്വഭാവങ്ങൾ അടങ്ങിയ കോപ്പി പേസ്റ്റ്. സ്വന്തം സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് മക്കളെ കുറ്റപ്പെടുത്താൻ പോകാവൂ. കോളേജിൽ ചെന്നാൽ റാഗിംഗ്,
വീട്ടിൽ വന്നാൽ കുറ്റപ്പെടുത്തൽ എല്ലാം കൂടെ ഒരു വിദ്യാർത്ഥിയെ തകർക്കുകയോ വളർത്തുകയോ. നമ്മുടെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? കുട്ടികളെ വളർത്താനോ അതോ തകർക്കാനോ? അതോ മതം കുത്തി നിറയ്ക്കുന്നതിനോ അതോ അവന്റെ ഭാവി നശിപ്പിക്കുന്നതിനോ? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഓരോ കുട്ടിയും ഓരോ വിദ്യാർത്ഥിയും പറയാൻ ആഗ്രഹിച്ച, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇരുണ്ട വശങ്ങളുടെ കാലം പറഞ്ഞ കഥകളാണ്. ഒക്ടോബർ മാസം സ്കൂളുകളിൽ സബ് ജില്ലാ തലത്തിൽ കലോത്സവം നടക്കുന്നു. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ചേർന്ന് ഒരു നാടകം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നു. കഥയും കഥയ്ക്കുള്ള കഥാപാത്രങ്ങളും എല്ലാം തയ്യാർ. പക്ഷേ കഥ എഴുതിയ കുട്ടിക്ക് കഴിഞ്ഞ മാസത്തെ ഫീസ് അടയ്ക്കാൻ പറ്റാതെയാവുന്നു. അതുകൊണ്ട് തന്നെ അവനെ ആദ്യ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. അടുത്ത ദിവസം തന്നെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. അവസാനം 2 ദിവസത്തിനുള്ളിൽ അവനോട് ഫീസ് അടച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് മാനേജ്മെന്റ് പറയുന്നു. ഫീസ് വെറും 3000-ഓ 4000-ഓ ആയിരുന്നു. അങ്ങനെ അവന് ഏകദേശം 4 ആഴ്ചയോളം ക്ലാസ്സിൽ വരാൻ പറ്റാതെയാകുന്നു. വീട്ടിലിരിക്കുന്നു. കലോത്സവത്തിന്റെ ഡേറ്റ് അടുത്തു വരുന്നു. കൂട്ടുകാർ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നു. അവസാനം വേറെ വഴിയില്ലാതെ കൂട്ടുകാർ ചേർന്ന് പിരിവിട്ട് ഫീസ് അടയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനു മുൻപ് തന്നെ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങി അവന്റെ അച്ഛൻ ഫീസ് അടയ്ക്കുന്നു. നിർഭാഗ്യവശാൽ പ്രാക്ടീസ് ചെയ്യാൻ കഥ എഴുതിയ ആളില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ നാടകം ക്യാൻസൽ ആവുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ കഥ എഴുതിയ കുട്ടി ഞാൻ തന്നെയായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസം എന്നത് ഒരു കച്ചവടമാണ്. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 100% വിജയത്തിനു വേണ്ടിയോ 100% വിജയത്തോടൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾ മത്സരം, ഡൊണേഷൻ, ഫീസ്, എല്ലാത്തിനും പണം എന്നിവയ്ക്ക് വേണ്ടിയോ വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുന്നു. യൂണിഫോം, ബാഗ്, ബെൽറ്റ്, ഷൂ, സോക്സ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങണം. എല്ലാം ലാഭം, എല്ലാം കച്ചവടം. വിദ്യാഭ്യാസ വിജയത്തിന്റെ കണക്കുകൾ ഉയരുമ്പോൾ അതിന്റെ മറവിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കണക്കുകളും വളരെ വലിയ രീതിയിൽ ഉയർന്നു. പഠന സമ്മർദ്ദം, പരീക്ഷാ ഭയം, അധ്യാപകരുടെ അപമാനിക്കൽ, കൂട്ടുകാരുടെ കളിയാക്കൽ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങൾ. 2025 പഠനങ്ങൾ പ്രകാരം 33.7% വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചിന്ത ഉണ്ടായിട്ടുണ്ട്. 5.4% കുട്ടികൾക്ക് ആത്മഹത്യ പദ്ധതി ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ 14.19% കുട്ടികൾക്ക് വിഷാദം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഒരു സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിന്റെ യഥാർത്ഥ പരാജയമാണ്. ജനുവരി 6 തൃശൂർ പാമ്പാടിയിലെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ ജിഷ്ണു പ്രണോയിയുടെ മരണം കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭീകരമായ യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടി. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പാമ്പാടി നെഹ്റു കോളേജിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കമുള്ളവരെ ഉപരോധിച്ചു. ജിഷ്ണുവിനെ ഹോസ്റ്റൽ കുഴിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഈ മരണം ഒരു സാധാരണ ആത്മഹത്യയായിരുന്നില്ല. അത് വിദ്യാർത്ഥികളോടുള്ള ക്രൂരമായ സ്ഥാപനപരമായ പീഡനങ്ങളെ വെളിവാക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമായി മാറി. ജിഷ്ണുവിന്റെ മരണത്തിന് മുൻപ് നടന്ന സംഭവങ്ങൾ കോളേജ് അധികാരികളുടെ അച്ചടക്ക നടപടികൾ എങ്ങനെ മനുഷ്യത്വരഹിതമായ പീഡനമായി മാറുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒരു പരീക്ഷയ്ക്കിടെ ജിഷ്ണുവിനെ കോപ്പിയടിച്ചുവെന്ന് ആരോപിക്കുന്നു. ഈ ആരോപണം പിന്നീട് CBI അന്വേഷണത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞെങ്കിലും അന്ന് അത് ജിഷ്ണുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. കോളേജിന്റെ PROയുടെ മുറിയിലേക്ക്, വിദ്യാർത്ഥികൾ ഇടിമുറി എന്ന് വിളിച്ചിരുന്ന ഒരു മുറിയിലേക്ക് ജിഷ്ണുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഈ ഇടിമുറിയിൽ ജിഷ്ണുവിനെ മാനസികവും ശാരീരികവുമായി പീഡനത്തിന് ഇരയാക്കി. ഉത്തരക്കടലാസ് വെട്ടിക്കളയാനും ഒരു വെള്ളക്കടലാസിൽ ഒപ്പിടാനും അവനെ നിർബന്ധിച്ചു. ഈ കടലാസ് പിന്നീട് ഒരു കുറ്റസമ്മതമായി മാപ്പപേക്ഷയായി മാറ്റപ്പെട്ടു. 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ അനുഭവങ്ങൾ ഒരു 18 വയസ്സുകാരന്റെ മനസ്സിനെ തകർത്തു. നെഹ്റു കോളേജിന്റെ ഭരണരീതി വിദ്യാർത്ഥികളെ കർക്കശമായ നിയന്ത്രണങ്ങളിലൂടെ അടിച്ചമർത്തുന്നതായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താടി വളർത്തുന്നതിനോ വൈകി വരുന്നതിനോ കേക്ക് മുറിച്ചു ആഘോഷിക്കുന്നതിനോ വരെ പിഴ ഈടാക്കുന്ന നിയമങ്ങൾ കോളേജിൽ നിലനിന്നിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കുന്നത് പോലും നിരോധിച്ചിരുന്നു. ഇടിമുറി എന്നത് ഈ നിയമങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്താനും മർദ്ദിക്കാനുമുള്ള ഒരു ഭീകരമായ ഇടമായി മാറിയിരുന്നു. ഒരു വിദ്യാർത്ഥി നിയമവിരുദ്ധമായി പിഴ ഈടാക്കുന്നതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ കോളേജ് ചെയർമാൻ നേരിട്ട് അവനെ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. ഈ സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന അധികാര ദുർവിനിയോഗത്തിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ജിഷ്ണുവിന്റെ മരണം
വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. വിദ്യാർത്ഥികൾ കോളേജിലെ ക്രിമിനൽ ആക്ടിവിറ്റിയെക്കുറിച്ച് തുറന്നു സംസാരിച്ചു. എന്നാൽ അന്വേഷണം വിവാദങ്ങളും കാലതാമസവും നിറഞ്ഞതായിരുന്നു. കേരള പോലീസ് കോളേജ് ചെയർമാനെ ഒന്നാം പ്രതിയാക്കി. ആത്മഹത്യ പ്രേരണ, ഗൂഢാലോചന, മർദ്ദനം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. എന്നാൽ കേസ് മുന്നോട്ട് പോകാതെ വന്നപ്പോൾ ജിഷ്ണുവിന്റെ അമ്മ മഹിജ നീതിക്കായി ഒറ്റയ്ക്ക് പോരാട്ടം തുടങ്ങി. ഒരു വർഷത്തിന് ശേഷം സുപ്രീം കോടതിയുടെ ഇടപെടലോടെ കേസ് CBIക്ക് കൈമാറി. എന്നാൽ CBI അന്വേഷണം ജിഷ്ണുവിന്റെ കുടുംബത്തിന് നിരാശയാണ് നൽകിയത്. ചെയർമാനെയും 2 ജീവനക്കാരെയും കുറ്റവിമുക്തരാക്കി. വൈസ് പ്രിൻസിപ്പലിനെയും ഒരു അധ്യാപകനെയും മാത്രം ആത്മഹത്യ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തി. ചെയർമാന്റെ അറിവില്ലാതെ കോളേജിൽ ഒന്നും നടക്കില്ല എന്നും മഹിജ വേദനയോടെ പ്രതികരിച്ചു. ശരിയായ അന്വേഷണം നടന്നില്ലെന്നും ജിഷ്ണു അനുഭവിച്ച ക്രൂരതകൾക്ക് നീതി ലഭിച്ചില്ലെന്നും അവർ ആരോപിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ കേസിനെ കൂടുതൽ സങ്കീർണമാക്കി. ഒരു കോൺഗ്രസ് നേതാവ് കോളേജ് മാനേജ്മെന്റിനെതിരെ പരാതിപ്പെട്ടവരെ സമ്മർദ്ദം ചെലുത്തി കേസ് പിൻവലിക്കാൻ ശ്രമിച്ചുവെന്ന് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ ആരോപിച്ചു. കോളേജ് മാനേജ്മെന്റ് കേസിൽ മൊഴി നൽകിയ വിദ്യാർത്ഥികളോട് പ്രതികാരം ചെയ്തതായും ആരോപണമുണ്ടായി. ജിഷ്ണു കേസിൽ മൊഴി നൽകിയ DPharm വിദ്യാർത്ഥികളെ പരീക്ഷയിൽ മനഃപൂർവ്വം തോൽപ്പിച്ചതായി കേരള ആരോഗ്യ സർവകലാശാലയുടെ ഒരു സമിതി കണ്ടെത്തി. ജിഷ്ണുവിന്റെ മരണം വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമായി കാണുന്ന സ്ഥാപനങ്ങളുടെ യാഥാർത്ഥ്യം വെളിവാക്കി. ഇടിമുറി എന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കേണ്ടവരായി കാണുന്ന അധികാരത്തിന്റെ ഒരു ഭീകര രൂപമാണ്. കർക്കശമായ അച്ചടക്കം വാഗ്ദാനം ചെയ്ത് രക്ഷിതാക്കളെ ആകർഷിക്കുന്ന സ്വകാര്യ കോളേജുകൾ പലപ്പോഴും ക്രൂരമായ നിയമങ്ങളിലേക്ക് നയിക്കുന്നു. ചോദ്യം ചെയ്യുന്നവരോടുള്ള പ്രതികരണം കടുത്ത ശിക്ഷയും പീഡനവുമാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ പണവും രാഷ്ട്രീയ സ്വാധീനവും നീതിക്കായുള്ള പോരാട്ടത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതുപോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവമാണ് 2025 ജൂണിൽ പാലക്കാട്ടെ ഒരു സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14 വയസ്സുകാരി ആശ്ര നന്ദയുടെ ആത്മഹത്യ. അവരുടെ മരണത്തിന്റെ കാരണം കൂട്ടുകാർ കളിയാക്കിയതല്ല, മറിച്ച് സ്കൂളിൽ നിന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു. മാത്രമല്ല, ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്ന. വലിയ തോതിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ഈ ആശ്രനന്ദ എന്ന വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഈ കുട്ടിയെ വലിയ തോതിൽ ഈ കുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറുകയും ഏതാണ്ട് 1.5 മാർക്ക് കുറഞ്ഞു എന്ന പേരിൽ രക്ഷിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഈ കുട്ടിയെ കൊണ്ട് തന്നെ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിടിച്ചു എന്നാണ് പറയുന്നത്. 8ാം ക്ലാസ്സിലേക്ക് മടങ്ങാൻ തയ്യാറാണ് എന്ന്. അതുകൂടാതെ ക്ലാസ് ഡിവിഷൻ ശരാശരി പഠിക്കുന്നതിൽ കുറവുള്ള കുട്ടികളുടെ ഡിവിഷനിലേക്ക് ഇരുത്തി എന്നാണ് പറയുന്നത്. കുട്ടി വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസമാണ് കുട്ടിയെ ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട. പ്രശ്നം മാത്രമല്ല, ഇതിനു മുൻപ് വെള്ളിനഴി സ്വദേശിയായ ഒരു കുട്ടിയും മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം. മാർക്കുകളുടെ പേര് പറഞ്ഞ് അവളെ എല്ലാവരുടെ മുന്നിൽ അപമാനിച്ചതാണ് ഈ ദുരന്തത്തിന്റെ കാരണം. കണക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേര് പറഞ്ഞാണ് ആശ്ര നന്ദയുടെ ദുരിതം തുടങ്ങിയത്. സ്കൂൾ അധികാരികൾ അവളെ ശിക്ഷിക്കാൻ ക്ലാസ്സിലെ സീറ്റ് മാറ്റിയിരുത്തി. എന്നാൽ ഏറ്റവും വലിയ അപമാനം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അവളെ കൊണ്ട് ഒരു എഴുത്തിൽ ഒപ്പുവെപ്പിച്ചതാണ്. പഠനത്തിൽ പിന്നോക്കം പോയാൽ 8ാം ക്ലാസ്സിൽ വീണ്ടും ഇരിക്കേണ്ടി വരുമെന്ന് സമ്മതിക്കുന്ന ഒരു രേഖയായിരുന്നു അത്. ഒരു കൗമാരക്കാരിക്ക് ഇത്തരത്തിലുള്ള പരസ്യമായ അപമാനം ആത്മാഭിമാനത്തിന് വലിയ മുറിവേൽക്കുന്നതായിരുന്നു. അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ആശ്ര നന്ദ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അവൾ എഴുതിയെന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പിൽ അധ്യാപകർ എന്റെ ജീവിതം തകർത്തു എന്ന് എഴുതിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് പീഡന ആരോപണങ്ങൾ നിഷേധിച്ചു. അവളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയത് ശിക്ഷയല്ല, പഠനത്തിൽ സഹായിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണെന്ന് അവർ വാദിച്ചു. എന്നാൽ കുടുംബാംഗങ്ങളും വിദ്യാർത്ഥികളും സംഘടനകളും ഈ വാദത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. 2 ദിവസം മുമ്പ് മരിച്ച നമ്മുടെ ആശ്രനന്ദ എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്കൂളിൽ എൻ്റെ കുട്ടിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഈ നിമിഷത്തിലെങ്കിലും ഞാനത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതല്ലെങ്കിൽ അത് വല്ലാത്തൊരു തെറ്റായി പോകുന്ന എനിക്ക് തോന്നി തുടങ്ങി. ഇത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെയധികം അത് മോശമായി പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ 8ന് അവര് 9ലേക്ക് പാസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ മോൻ 9th ഡിയിലുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരു എക്സാം അവർ നടത്തി. ആ എക്സാം ജയിച്ചപ്പോൾ എന്റെ മോന് കുറച്ച് മാർക്സ് കുറവാണെന്ന് പറഞ്ഞ്, അതായത് പ്രാക്ടിക്കൽസും കൂട്ടിയിട്ട് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പാസ്സാണ്. അതല്ലെങ്കിൽ അവൻ മാത്സിൽ തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് ബോർഡിൽ എന്റെ കുട്ടിയുടെ പേരുടെ ഒപ്പം തന്നെ കുറച്ച് കുട്ടികളുടെ പേരും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉൾപ്പെടുത്തിയതിൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഒരു അധ്യാപികയാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് പിന്നീട് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർക്ക് കുറഞ്ഞ കുട്ടികളെ രക്ഷിതാക്കൾ വന്ന ശേഷം മാത്രമേ ആ കുട്ടികൾക്ക് 9ലേക്ക് തുടർന്നിരിക്കാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ ഞാൻ അത് അറിഞ്ഞ പ്രകാരം ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തുകയും പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് അതിനെ പറ്റിയിട്ട്
സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ കുട്ടീനെ 9th Bയിൽ ഇരുത്താൻ പറ്റില്ല, 9th Eയിൽ ഇരുത്തണം എന്നും പറഞ്ഞുകൊണ്ട് 9th Eയിലേക്ക് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്തു. അത് എന്റെ കുട്ടിയിൽ ഉണ്ടാക്കിയ ഒരു മാനസിക ഇമ്പാക്ട് ആസ് എ മദർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്റെ കുട്ടി ഇവിടെ നിന്ന് കരഞ്ഞിലും ഭയങ്കരമായിട്ട് ഡിപ്രഷൻ പോലെ മൂടിയായി. എന്റെ കുട്ടി ഓൾറെഡി എന്റെ മോൻ ഇൻട്രോവേർട്ട് ആണ്. ഈ സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിച്ചു. ബാലാവകാശ കമ്മീഷൻ സ്വയം കേസെടുക്കുകയും പോലീസിനോടും മറ്റ് അധികൃതരോടും റിപ്പോർട്ടുകൾ തേടുകയും ചെയ്തു. 5 അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നിയമോപദേശം തേടി. പ്രതിഷേധക്കാർ ഇത്തരം ദുരന്തങ്ങൾ തടയാൻ എല്ലാ സ്കൂളുകളിലും മനഃശാസ്ത്രപരമായ പരിശോധനകൾ നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആശിർ നന്ദയുടെ കേസ് മാർക്കുകളുടെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു കുട്ടിയുടെ വില നിർണ്ണയിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരാജയമാണ് വെളിവാക്കുന്നത്. ഉയർന്ന വിജയ ശതമാനവും റാങ്കുകളും ഒരു സ്ഥാപനത്തിന്റെ പ്രശസ്തിക്ക് അത്യാവശ്യമാകുമ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടിയെ സഹായം ആവശ്യമുള്ളവനായല്ല, മറിച്ച് ഒരു ഭാരമായാണ് കാണുന്നത്. പരാജയ സമ്മതപത്രം വെപ്പിക്കുന്നത് പഠനത്തിലെ ബുദ്ധിമുട്ടുകളെ വ്യക്തിപരമായ പരാജയമായി മാറ്റുന്നു. ഇതുപോലെ തന്നെയാണ് 2025 ജനുവരിയിൽ കൊച്ചിയിലെ 15 വയസ്സുകാരനായ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യ. വലിയ അന്താരാഷ്ട്ര സ്കൂളുകൾ സുരക്ഷിതമാണെന്ന ധാരണയെ തകർത്തു കളഞ്ഞു. കൊച്ചിയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ ആരോപണം ഉയർത്തി കുട്ടിയുടെ കുടുംബം. മരിച്ച മിഹിർ മുഹമ്മദ് കടുത്ത ശാരീരിക പീഡനത്തിനും വർണ്ണവിവേചനത്തിനും ഇരയായെന്നാണ് കുട്ടിയുടെ അമ്മാവൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ റാഗിംഗ് ആരോപണം സാധൂകരിക്കുന്ന ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല എന്നാണ് കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ വിശദീകരണം. മിഹിർ പഴയ സ്കൂളിൽ റാഗിങ്ങിന് ഇരയായതിനാൽ ഒരു പുതിയ സ്കൂളിലേക്ക് മാറിയിരുന്നു. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് കൂടുതൽ ഭീകരമായ പീഡനങ്ങളായിരുന്നു. ഒരു ദിവസം മിഹിർ ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അവന്റെ മരണത്തിന് ശേഷം സുഹൃത്തുക്കൾ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഭീകരമായ സത്യം വെളിവായത്. മിഹിറിനെ ഒരു കുളിമുറിയിലേക്ക് വലിച്ചിരിച്ച് കക്കൂസിന്റെ ഇരിപ്പിടം നക്കാൻ നിർബന്ധിച്ചു. ഫ്ലഷ് വാൽവ് തുറന്നപ്പോൾ അവന്റെ തല അതിലേക്ക് അമർത്തി പിടിച്ചു. വംശീയമായ അധിക്ഷേപങ്ങളും അവന് നേരിടേണ്ടി വന്നു. സ്കൂൾ ഈ റാഗിങ്ങിന്റെ തെളിവുകൾ കണ്ടെത്തിയില്ലെന്ന് വാദിച്ചു. മിഹിർ മരിച്ച ദിവസം സന്തോഷവാനായി കാണപ്പെട്ടുവെന്നും അവർ പറഞ്ഞു. എന്നാൽ മിഹിറിന്റെ മരണത്തിന് ശേഷവും റാഗിങ്ങിന്റെ വിവരങ്ങൾ ഗ്രൂപ്പ് ചാറ്റിൽ തുടർന്നു. സ്കൂൾ മാനേജ്മെന്റ് തങ്ങളുടെ പേര് സംരക്ഷിക്കാൻ മിഹിറിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചതായി കുടുംബം ആരോപിച്ചു. ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മിഹിറിന്റെ അമ്മാവന്റെ വെളിപ്പെടുത്തലുകളും കേസിന് ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തു. കുടുംബം പോലീസിൽ പരാതി നൽകി. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മിഹിറിന്റെ കേസ് ഉയർന്ന ഫീസും നല്ല പരസ്യങ്ങളും സുരക്ഷ ഉറപ്പല്ലെന്ന് വെളിപ്പെടുത്തുന്നു. റാഗിംഗ് സ്ഥാപനത്തിന്റെ പ്രശസ്തിക്ക് ഭീഷണിയാകുമ്പോൾ യഥാർത്ഥ സഹായം നൽകുന്നതിനേക്കാൾ പ്രശ്നം മൂടിവെക്കാനാണ് സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ 2020 ജൂൺ 1 COVID-19 കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയ ആദ്യ ദിവസം മലപ്പുറത്ത് ഒരു ദരിദ്ര ദളിത് കുടുംബത്തിലെ 14 വയസ്സുകാരി ദേവിക ബാലകൃഷ്ണന്റെ മരണം കേരളത്തിന്റെ വികസന മോഡലിന് ഒരു ദുരന്തപൂർണ്ണ ഓർമ്മപ്പെടുത്തലായി. കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങളിൽ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ദേവിക എന്ന 10ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ കാണിക്കുന്നത്. ടിവിയും സ്മാർട്ട് ഫോണും ഇല്ലാത്ത 2,62,000 കുട്ടികളുണ്ട് എന്ന റിപ്പോർട്ട് 2 ആഴ്ച മുമ്പ് വന്നിട്ടും ക്ലാസ് തുടങ്ങും മുമ്പ് ഇവരുടെ പ്രശ്നം തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞു. മിടുക്കിയും ഉത്സാഹിയുമായ വിദ്യാർത്ഥിനിയായ ദേവിക ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലാത്തതിനാൽ സ്വയം തീ കൊളുത്തി മരിച്ചു. ഞാൻ പോകുന്നു എന്ന് എഴുതിയ ഒരു ആത്മഹത്യക്കുറിപ്പ് അവൾ ഉപേക്ഷിച്ചിരുന്നു എന്ന് തെളിവുകൾ കാണിക്കുന്നു. അവരുടെ നിരാശയ്ക്ക് കാരണം ലോക്ക്ഡൌൺ സമയത്ത് ജോലിയില്ലായിരുന്ന ഒരു ദിവസക്കൂലിക്കാരനായ അച്ഛന്റെ കുടുംബത്തിന് ഒരു ടെലിവിഷൻ നന്നാക്കാനോ സ്മാർട്ട് ഫോൺ വാങ്ങാനോ പണമില്ലായിരുന്നു എന്നതാണ്. ദേവികയുടെ മരണം കേരളത്തിന്റെ ഉയർന്ന സാക്ഷരതയ്ക്ക് പിന്നിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അന്തരത വെളിപ്പെടുത്തി. വിദ്യാഭ്യാസ വകുപ്പ് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സൗകര്യമില്ലെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിന് മുൻപ് ഫസ്റ്റ് ബെൽ പ്രോഗ്രാം തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി ദുഃഖം രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ദേവികയെ സംബന്ധിച്ചിടത്തോളം ഈ ഉറപ്പുകൾ വളരെ വൈകിപ്പോയിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം റാഗിംഗ് എന്ന ക്രൂരമായ സംസ്കാരത്തിന്റെ പിടിയിലാണ്. 2025 ഫെബ്രുവരിയിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് 5 സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ SFI യൂണിറ്റ് മുറിയിലേക്ക് വലിച്ചിഴച്ചു മർദ്ദിച്ചു. റാഗിംഗ് പലപ്പോഴും രാഷ്ട്രീയവുമായി കലർന്നിരിക്കുന്നു. SFI അംഗങ്ങൾ വളപ്പുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. SFI ഇത് നിഷേധിക്കുകയും മറ്റ് യൂണിയനുകൾ അധികാരത്തിലുള്ള റാഗിംഗ് കൂടുതൽ നടക്കുന്നതെന്ന് വാദിക്കുകയും ചെയ്തു. SFI, KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഇതിൽ പങ്കുള്ളവരാണ്. റാഗിംഗ് വിരുദ്ധ നിയമങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ ഈ സംസ്കാരം തുടർന്നു.
95% സ്ഥാപനങ്ങളും പൊതുജന രോക്ഷം ഉയരുമ്പോൾ മാത്രം നടപടിയെടുക്കുന്നുവെന്ന് ഒരു സർവേ കണ്ടെത്തി. പഠിക്കാൻ വിടുന്ന കുട്ടികളെ രാഷ്ട്രീയത്തിൽ ഇറക്കി അതുപയോഗിക്കുന്ന പാർട്ടികൾ തന്നെ കേരളത്തിന് അപമാനമാണ്. എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം എന്നൊരു ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രതികരിക്കാത്ത സമൂഹമുണ്ടായാൽ ഫാസിസം ഉണ്ടാകുമെന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ അതേസമയം ഇതൊന്നും ഇല്ലാത്ത നല്ല കോളേജുകൾ ഇന്നും ഇല്ലേ? ഒരു പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനോ കൂട്ടത്തിൽ ഒരുത്തനെ കൊല്ലാനോ അല്ലാതെ എന്താണ് ഈ കോളേജ് രാഷ്ട്രീയം കൊണ്ട് നേട്ടമുണ്ടായിട്ടുള്ളത്? കഷ്ടപ്പെട്ട് പഠിക്കാൻ വിട്ട മാതാപിതാക്കൾക്ക് ഇനി ആരാണ് ഉത്തരം കൊടുക്കുക? പ്രതികരിക്കാൻ പഠിപ്പിക്കണം, പക്ഷേ ഉപദ്രവിക്കാൻ പഠിപ്പിക്കരുത്. ഇന്നത്തെ രാഷ്ട്രീയം അത് വിദ്യാർത്ഥി രാഷ്ട്രീയമായാലും കൊലപാതകത്തിന്റെ രാഷ്ട്രീയമാണ്. എതിരെ നിൽക്കുന്നവന്റെ തല കൊയ്യുന്ന രാഷ്ട്രീയം. രക്തസാക്ഷിക്ക് വീട് വെച്ചു കൊടുത്തത് കൊണ്ടായില്ല ഒന്നും, നഷ്ടം ആ കുടുംബത്തിനാണ്. നിങ്ങൾ ഈ കാണുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി ദുരിതങ്ങളുടെ 2017-2025 കാലഘട്ടങ്ങളിലെ ഒരു ചാർട്ടാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ദുരന്തങ്ങൾ യാദൃച്ഛികമല്ല. അവ ഒരു ഉയർന്ന സമ്മർദ്ദമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അനിവാര്യമായ ഫലങ്ങളാണ്. ഈ സംവിധാനത്തിന് ഇന്ധനം നൽകുന്നത് കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ ചില പ്രമുഖ സ്ഥാപനങ്ങളും അവയുടെ കച്ചവട തന്ത്രങ്ങളുമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ റാങ്കുകൾ നേടേണ്ട ഉൽപ്പന്നങ്ങളോ സ്ഥാപനങ്ങളുടെ ലാഭം ഉറപ്പാക്കേണ്ട ഉപഭോക്താക്കളോ ആയി മാറുന്നു. ഇത് അവരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിനും വലിയ ഭീഷണിയാവുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പാലയിലെ ബ്രില്യൻസ് സ്റ്റഡി സെന്റർ ഒരു ശക്തമായ പേര് നേടിയിട്ടുണ്ട്. ഇത് വെറും ഒരു പരിശീലന കേന്ദ്രമല്ല, മറിച്ച് നീറ്റ്, JEE പോലുള്ള മത്സര പരീക്ഷകളോടുള്ള കേരളീയരുടെ അടങ്ങാത്ത താല്പര്യത്തിന്റെ പ്രതീകമാണ്. മികച്ച റാങ്കുകൾ നേടുന്ന വിദ്യാർത്ഥികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായാണ് ബ്രില്യൻസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അവരുടെ പരിശീലന ഫാക്ടറി മാതൃകയെ അടുത്ത് പരിശോധിക്കുമ്പോൾ കടുത്ത സമ്മർദ്ദം, മാനസിക തളർച്ച നിറഞ്ഞ ഒരു ലോകം വെളിവാകും. ബ്രില്യൻസിന്റെ വിജയം അതിന്റെ വലിപ്പത്തിലും പ്രശസ്തിയിലും തിളങ്ങുന്ന ഫലങ്ങളിലും ആശ്രയിച്ചിരിക്കുന്നു. ഈ സ്ഥാപനം ഉയർന്ന ഫീസ് ഈടാക്കി പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന് 2 വർഷത്തെ ഒരു പ്രോഗ്രാമിന് 1,30,000 രൂപയും GSTയും ചെലവാകും. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ, സ്കൂളുകളുമായുള്ള സഹകരണം എന്നിവയിലൂടെ +1, +2 ക്ലാസുകളിലേക്ക് നേരിട്ടുള്ള പരിശീലനം നൽകുന്നു. അവരുടെ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകം മിടുക്കരായ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്കോളർഷിപ്പ് പരീക്ഷകളും മറ്റ് പ്രോത്സാഹനങ്ങളും ഉപയോഗിക്കുന്നതെന്നാണ്. ഈ വിദ്യാർത്ഥികൾ മികച്ച റാങ്കുകൾ നേടുമ്പോൾ അവർ ബ്രില്യൻസിന്റെ പരസ്യ മുഖങ്ങളായി മാറുന്നു. ഇത് കൂടുതൽ മിടുക്കരായ കുട്ടികളെ ആകർഷിക്കുകയും അങ്ങനെ കൂടുതൽ മികച്ച ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ചക്രം ബ്രില്യന്റിന്റെ പ്രശസ്തി ഉറപ്പാക്കുന്നു. എന്നാൽ ഈ തിളങ്ങുന്ന വിജയകഥകൾക്ക് പിന്നിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യമാണ്. പല വിദ്യാർത്ഥികളും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ ബ്രില്യന്റിന്റെ പരിശീലന അന്തരീക്ഷം കഠിനവും മാനസികവുമായി തളർത്തുന്നതാണെന്നാണ് വ്യക്തമാക്കുന്നത്. ബ്രില്യന്റിന്റെ ഷെഡ്യൂൾ അത്യന്തം കർക്കശമാണ്. വീക്കെൻഡ്സിലും അവധി ദിവസങ്ങളിലും ക്ലാസ്സിലും നടക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിശ്രമിക്കാനോ വ്യക്തിഗത ജീവിതം ആസ്വദിക്കാനോ സമയം ലഭിക്കുന്നില്ല. ഇത് കടുത്ത ശാരീരിക മാനസിക തളർച്ചയിലേക്ക് നയിക്കുന്നു. ഓരോ ആഴ്ചയും നടക്കുന്ന മത്സര പരീക്ഷകൾ വിദ്യാർത്ഥികളെ പരസ്പരം മത്സരിപ്പിക്കുന്നു. ഈ പരീക്ഷകളിലെ മോശം പ്രകടനം വിദ്യാർത്ഥികൾ ആത്മാഭിമാനക്കുറവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു. ചിലർ മോശം മാർക്കിന്റെ പേര് പറഞ്ഞ് ദിവസങ്ങളോളം കരഞ്ഞിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബ്രില്യന്റിന്റെ ഹോസ്റ്റലുകളിലെ ജീവിതം കൂടുതൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലുകളെ ഒരു ജയിൽ പോലെയാണ് വിശേഷിപ്പിക്കുന്നത്. പുറത്തു പോകാനോ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കാനോ അനുവാദമില്ല. ലിംഗഭേദമില്ലാതെ സംസാരിച്ചാൽ ശിക്ഷ, കർശനമായ സദാചാര നിയന്ത്രണങ്ങൾ, ഹോസ്റ്റൽ വാർഡിന് അപമാനകരമായ പെരുമാറ്റം എന്നിവ വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തുന്നവയാണ്. ബ്രില്യന്റിന്റെ അധ്യാപന രീതികളും വിമർശനത്തിന് വിധേയമാണ്. ചില അധ്യാപകർ മികച്ചവരാണെങ്കിലും മറ്റുള്ളവർക്ക് വിഷയത്തിൽ താല്പര്യമില്ലെന്നും ശരാശരി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാത്ത വേഗതയിൽ പഠിപ്പിക്കുന്നുവെന്നും പരാതികളുണ്ട്. പ്രധാന വിഷയങ്ങൾക്ക് പകരം അനാവശ്യ വിശദാംശങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും ക്ലാസുകൾ അപര്യാപ്തമായതിനാൽ വിദ്യാർത്ഥികൾ സൗജന്യ ഓൺലൈൻ വീഡിയോകളിൽ ആശ്രയിക്കേണ്ടി വരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഉയർന്ന ഫീസ് നൽകി ചേർന്ന പരിശീലനത്തിന്റെ ഉദ്ദേശത്തെ തന്നെ പരാജയപ്പെടുത്തുന്നു. ബ്രില്യന്റ് പാലയുടെ പരിശീലന ഫാക്ടറി മാതൃക വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ അറിവിന്റെ വളർച്ചയ്ക്കും ജീവിത നിലവാരത്തിനും പകരം റാങ്കുകളും മാർക്കുകളും മുൻഗണന നൽകുന്നു. വിദ്യാർത്ഥികൾ അസംസ്കൃത വസ്തുക്കളായി പരീക്ഷാ ഫലങ്ങൾ ഉൽപ്പന്നങ്ങളായും കണക്കാക്കപ്പെടുന്നു. കുറച്ച് വിദ്യാർത്ഥികളുടെ വിജയം ബഹുഭൂരിപക്ഷത്തിന്റെ മാനസിക വേദനയെ മറച്ചുവെക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. തളർച്ച, ഉത്കണ്ഠ, ആത്മാഭിമാനത്തിന്റെ നഷ്ടം എന്നിവ സംവിധാനത്തിന്റെ പോരായ്മകളായല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പരാജയങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മാതൃക കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന സമ്മർദ്ദത്തെ ഒരു സാധാരണ സ്ഥിതിയാക്കി മാറ്റി. ഇത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും
മറ്റ് സ്ഥാപനങ്ങളെയും സമാനമായ ഒരു മത്സരാത്മക സമ്മർദ്ദഭരിത മനോഭാവം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. തൽഫലമായി കേരളത്തിലെ യുവജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. 1990-കൾ മുതൽ കേരളത്തിൽ സ്വാശ്രയ കോളേജുകളുടെ വളർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. സർക്കാർ ഫണ്ടിങ്ങിന്റെ കുറവ് പരിഹരിക്കാനും വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് തടയാനും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഈ മേഖല ഇന്ന് ഒരു വലിയ കച്ചവട സംരംഭമായി മാറിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം പൊതുവിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കുറഞ്ഞപ്പോൾ സംസ്ഥാനം സ്വകാര്യ നിക്ഷേപത്തിന് വാതിലുകൾ തുറന്നു. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം കോളേജുകളും സ്വാശ്രയ മേഖലയിലാണ്. ഈ സ്ഥാപനങ്ങളുടെ കച്ചവട മാതൃക ലളിതമാണ്. പ്രധാന വരുമാനം വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന ഉയർന്ന ഫീസ് തന്നെയാണ്. ഈ മാതൃക ഒരു ലാഭം ഉണ്ടാക്കുന്ന കച്ചവടമാക്കി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ വിമർശിച്ചിട്ടുണ്ട്. 8 വർഷം മുൻപ് വിമർശിച്ചതല്ലാതെ ഒരു നടപടിയും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പരമ്പരാഗതമായി സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ പോലും ഈ കച്ചവട മനോഭാവത്തിന്റെ സ്വാധീനത്തിലേക്ക് വഴുതി വീണു. സ്വാശ്രയ കോളേജുകളുടെ ഉയർന്ന ഫീസ് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക ഭാരമാണ്. ഉദാഹരണത്തിന് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ MBBS കോഴ്സിന്റെ വാർഷിക ഫീസ് 7 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാകാം. ഈ ഉയർന്ന ഫീസ് സർക്കാർ ഫീസ് നിർണയ സമിതിയും സ്വകാര്യ മാനേജ്മെന്റുകളും തമ്മിലുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കുടുംബങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ വായ്പകൾ എടുക്കേണ്ടി വരുന്നു. ഈ വലിയ നിക്ഷേപത്തിൽ നിന്ന് ഒരു വരുമാനം, അതായത് നല്ല ജോലി, ഉയർന്ന ശമ്പളം ലഭിക്കണമെന്ന സമ്മർദ്ദം വിദ്യാർത്ഥികളിലേക്ക് പകരുന്നു. ഈ സമ്മർദ്ദം അവരുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. സ്വാശ്രയ കോളേജുകളുടെ ലാഭ കേന്ദ്രീകൃത സമീപനം വിദ്യാഭ്യാസ നിലവാരത്തിനും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും എതിരാകുന്നു. മത്സരാത്മക വിപണിയിൽ കോളേജുകൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും മുൻഗണന നൽകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, യോഗ്യതയുള്ള അധ്യാപകർ, മാനസികാരോഗ്യ പിന്തുണ എന്നിവയിൽ നിക്ഷേപം കുറയുന്നു. വർക്കലയിലെ SR മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്ത മോശം സൗകര്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പരിശോധനകൾക്കായി വ്യാജ രോഗികളെ കൊണ്ടുവന്നതായും ആരോപണമുണ്ട്. അതോടൊപ്പം രേഖ തട്ടിപ്പിനും ആരോപണമുണ്ടായിട്ടുണ്ട്. മോശം സൗകര്യങ്ങളെക്കുറിച്ചോ കർശനമായ നിയമങ്ങളെക്കുറിച്ചോ പരാതിപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഭീഷണികളോ അച്ചടക്ക നടപടികളോ നേരിടേണ്ടി വരുന്നു. ജിഷ്ണു പ്രണോയ്, ശ്രദ്ധ സതീഷ് തുടങ്ങിയവരുടെ ദുരന്തങ്ങൾ ഈ അടിച്ചമർത്തൽ സംസ്കാരത്തിന്റെ തെളിവാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു താരതമ്യമാണ്. സൈബർ കുറ്റവാളികൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പുകൾ വർദ്ധിപ്പിക്കുന്നു. എളുപ്പ വരുമാനം വാഗ്ദാനം ചെയ്ത ബാങ്ക് UPI വിവരങ്ങൾ ചോർത്തി കുട്ടികളുടെ അക്കൗണ്ടുകൾ അനധികൃത പണം കൈമാറ്റത്തിന് ഉപയോഗിക്കുന്നു. ഇതോടെ അറിയാതെ തന്നെ കുട്ടികൾ കുറ്റകൃത്യ ശൃംഖലകളിൽ പങ്കാളികളാകുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രചാരണത്തിനായി വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നതും ചൂഷണത്തിന്റെ മറ്റൊരു രൂപമാണ്. പഠനവും ജീവിതവും മാനേജ്മെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വിദ്യാർത്ഥികൾ ദുർബലരാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മോഡൽ ആഘോഷിക്കപ്പെടുമ്പോഴും അതിന്റെ പരാജയങ്ങൾ വ്യക്തമാണ്. കാലഹരണപ്പെട്ട പാഠ്യപദ്ധതി, പരീക്ഷാ കേന്ദ്രിത വിജയ നിരക്ക്, മാനസികാരോഗ്യത്തോടുള്ള അവഗണന എന്നിവ 21ാം നൂറ്റാണ്ടിന്റെ കഴിവുകൾ നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. 2024 മന്ത്രി സജി ചെറിയാൻ SSLC പാസ്സായവരിൽ ഭൂരിഭാഗവും വായിക്കാനോ എഴുതാനോ അറിയില്ലെന്ന് വിമർശിച്ചു. 99.69% വിജയനിരക്കിനെ ചോദ്യം ചെയ്തു. ഉദാരമായ മൂല്യനിർണ്ണയവും സർക്കാർ സമ്മർദ്ദവുമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. പരീക്ഷാ കേന്ദ്രീകൃതവും വാണിജ്യവൽക്കരിക്കപ്പെട്ടതുമായ വിദ്യാഭ്യാസം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം, വിഷാദം, ആത്മഹത്യ ചിന്തകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു. പഠന സമ്മർദ്ദവും പരീക്ഷാ ഭീതി, സാമൂഹിക പ്രതീക്ഷകൾ എന്നിവ ഇതിന് കാരണമാണ്. എന്നാൽ മാനസികാരോഗ്യ പിന്തുണ അപര്യാപ്തമാണ്. സ്കൂളുകളിലും കോളേജുകളിലെ കൗൺസിലിംഗ് പലപ്പോഴും ഫലപ്രദമല്ല. സമൂഹത്തിന്റെ മോശം കാഴ്ചപ്പാടാണ് സഹായം തേടുന്നതിൽ തടസ്സമാകുന്നത്. വിദ്യാർത്ഥി ആത്മഹത്യകളും റാഗിങ്ങും വിവാദങ്ങളായപ്പോൾ നയരൂപകർ, വിദ്യാർത്ഥി പ്രവർത്തകർ, മനോരോഗ വിദഗ്ധർ എന്നിവർ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. എന്തൊക്കെയായിരുന്നു ആ പരിഷ്കാര നിർദ്ദേശങ്ങളെന്ന് നമുക്ക് നോക്കാം. ജിഷ്ണു, ആശാനന്ദ, മിഹിർ, ദേവിക തുടങ്ങിയവരുടെ ദുരന്തങ്ങൾ ഒരു പുതിയ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രീതികൾ, നിയമങ്ങൾ എല്ലാം മാറേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം മാനസിക ആരോഗ്യം കൂടി വളർത്തിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
മാതാപിതാക്കൾ നല്ലൊരു തീരുമാനമെടുക്കട്ടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും രീതികളും സ്വഭാവങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ മാറട്ടെ. സർക്കാർ അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരട്ടെ, അത് നടപ്പിലാവട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.